ഹലോ എവരിവൺ, ഈ വീഡിയോ കൺട്രോൾ ഇഷ്യൂസിനെ പറ്റിയിട്ടാണ്. അതിനെപ്പറ്റി മാത്രമല്ല സംസാരിക്കാം. നമുക്ക് അത് എങ്ങനെ നമ്മുടെ എനർജികളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി സംസാരിക്കാം. ലൈഫിൽ നമ്മളെ പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ വരുന്ന ആളുകളും ലൈഫ് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ പറ്റില്ല. ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെ പോവാറില്ല. അത് തേർഡ് ഡയമെൻഷൻ ആയതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ നമ്മുടെ ഹാർട്ടിന് എതിരെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ലൈഫ് നമുക്കെതിരെയായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ ലെസൺസ് പഠിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ്. ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ലൈഫ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമുക്ക് ലെസൺസ് ഉണ്ടാവും. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് മാത്രമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ അതിന് മാത്രമായിട്ട് എന്തിനാണ് അങ്ങനെ ജീവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പണ്ടത്തെ ബിലീഫ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ്. ലാക്ക്, അതായത് നമുക്ക് ഇല്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. അബണ്ടൻസിന് എതിരെയായിട്ടുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു സർവൈവൽ മൈൻഡ് സെറ്റിലേക്ക് പോകുന്നതും സർവൈവലിന് വേണ്ടി ഒരുപാട് പണി ചെയ്യുന്നതും. നമ്മുടെ ഫെമിനിൻ എനർജീനെ നമ്മൾ ലൈഫിൽ നിന്ന് ഇല്ലാണ്ടാക്കുന്നതും നമ്മൾ അതിനെതിരെ പണി ചെയ്യുന്നതും. ശരിക്കും അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് വരാം. നമ്മുടെ ഫെമിനിൻ എനർജി നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ്, നമ്മുടെ ഫെമിനിൻ എനർജീനെ കെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഇമോഷൻസിനെയും നമ്മുടെ ആ പാഷനെയും ലൈഫ് പർപ്പസിന്റെ ഒക്കെ പിന്നാലെ പോകുമ്പോഴാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിലേക്ക് അബണ്ടൻസ് വരാം. അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണം മാത്രമല്ല, വെൽത്ത്, ഒരു മനസ്സിനൊരു സുഖവും, നമുക്കൊരു അലൈൻമെന്റ് കിട്ടും. നമുക്ക് വേണ്ടത് എന്താണോ അത് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ചുറ്റിലും അട്രാക്ട് ചെയ്യാൻ പറ്റും. നമ്മളുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം, സോൾ ഫാമിലിനെ മാത്രം നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അതങ്ങനെയാണ് ലൈഫിൽ. ഇങ്ങനെ ഒരു കാറ്റഗറീസ് ഉണ്ട്, ഫ്രീക്വൻസിയുടെ ഓരോ കാറ്റഗറീസ് ഉണ്ട്. ലോ വൈബ്രേഷനിലുള്ള ആൾക്കാരുണ്ട്, ഹൈ വൈബ്രേഷനിലുള്ള ആൾക്കാരുണ്ട്. ഇത് റേസിസമായിട്ട് പറയുന്നതല്ല, ഫ്രീക്വൻസികൾ അങ്ങനെയാണ്, യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രീക്വൻസി കൊണ്ടുള്ളൊരു കോണിയാണ് യൂണിവേഴ്സ് എന്ന് പറയാം. താഴത്തെ ഫ്രീക്വൻസിയിൽ നിൽക്കുന്നവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മേലത്തെ ഫ്രീക്വൻസിയിലുള്ള ആൾക്കാരുടെ എനർജി നഷ്ടപ്പെടും. താഴത്തെ ഫ്രീക്വൻസിയിലുള്ള ആൾക്കാർ ആ സമയത്ത് അവരുടെ ഈഗോയിലേക്കും പ്രൈഡിലേക്കും പോവുകയും ചെയ്യും. അവരുടെ ആ ഒരു സർവൈവൽ മെക്കാനിസം അവരെ ഒരു ഈഗോ സ്റ്റേറ്റിക്ക് ആക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അലൈൻമെന്റിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ താഴത്തെ ഫ്രീക്വൻസിയിലുള്ള ലാഡറുകളിലേക്ക് പോകുന്നതോറും എന്ത് സംഭവിക്കും? നമ്മുടെ എനർജി വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോ ഞാൻ അബണ്ടൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലൈഫിനെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. ലൈഫ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൺട്രോളിലാണ് നിൽക്കുന്നത്. നമുക്ക് ലൈഫിനെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. ലൈഫിൽ സംഭവിക്കുന്നത് എല്ലാതും എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതിനോട് സറണ്ടർ ആവുക എന്നുള്ളൊരു കാര്യം മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. നമുക്ക് നമ്മളായിട്ട് നമ്മുടെ ലെവലിലുള്ള, നമ്മുടെ ഫ്രീക്വൻസി ലെവലുള്ള, ആ ലാഡർ ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സുമായിട്ട് നമ്മളിങ്ങനെ സറണ്ടർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എനർജി വേസ്റ്റ് ആവില്ല. അപ്പൊ നമ്മൾ ഈ എനർജി വേസ്റ്റ് ആക്കുന്ന കുറെ പ്രോഗ്രാമുകൾ ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലോവർ ലാഡറിലേക്ക് ഇറങ്ങി പോകുന്നത്, അല്ലെങ്കിൽ ലോവർ ഡയമെൻഷനിലേക്ക് ഇറങ്ങി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോഗ്രാമിങ് വരുമ്പോഴാണ് നമുക്ക് വാല്യൂ ഇല്ല, വിലയില്ല. നമുക്ക് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മുടെ എനർജി കളയണം. ഇങ്ങനെയുള്ള ഒരു ബിലീഫ് സിസ്റ്റംസ് ഒക്കെ കൊണ്ടു നടക്കുമ്പോഴാണ് നമ്മൾ പ്രോഗ്രാമഡ് ആയി എന്ന് പറയാം. നമുക്ക് അങ്ങനെയുള്ള ബിലീഫ് സിസ്റ്റംസ് നമുക്ക് കിട്ടുന്നത് നമ്മൾ വളരെ അലൈൻഡ് അല്ലാണ്ട് ജീവിക്കുന്ന ഫാമിലിയിലൊക്കെ, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മൾ ജനിച്ച് വളരുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ നമുക്ക് പണ്ട് മുതലേ ഒരു വിശ്വാസമുണ്ട്, നമുക്ക് അബണ്ടന്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെ എനർജി വേസ്റ്റ് ആക്കണം എന്നുള്ളത്. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. നമ്മൾ അബണ്ടന്റ് ആവുന്നത് നമ്മുടെ എനർജി കൺസർവ് ചെയ്യുമ്പോഴാണ്. അപ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എനർജികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത്. നമ്മുടെ ഉള്ളിൽ ഡിവൈൻ ഫെമിനിൻ എനർജി ഉണ്ട്, മാസ്കുലിൻ എനർജി ഉണ്ട്. നമ്മൾ എനർജി ഒരുപാട് വേസ്റ്റ് ആക്കുമ്പോൾ നമ്മൾ മാസ്കുലിൻ എനർജി
നമ്മൾ വർക്ക് ചെയ്യാണ്, ഓവറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മെട്രിക്സ്, നമ്മുടെ 3D മെട്രിക്സ് ഇപ്പൊ നിൽക്കുന്നത് എന്തെന്ന് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്കുലിൻ എനർജി ഓവർ വർക്ക് ചെയ്യുന്ന ഒരു ഇംബാലൻസിലാണ് നിൽക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ കാണാൻ പറ്റും നമ്മൾ നമ്മുടെ എനർജി വേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ പണം നേടാൻ നോക്കുന്നത്. അത് ആ മെട്രിക്സ് അല്ലെങ്കിൽ ഈ സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എനർജി വേസ്റ്റ് ആക്കിയിട്ടാണ് നിങ്ങൾ ബാലൻസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് കിട്ടില്ല. നിങ്ങൾക്ക് അതിൽ കൂടെ കിട്ടുന്നത് എന്തായിരിക്കും? ലൈഫ് ലെസൺസും എക്സ്പീരിയൻസുകളും നല്ല പാഠങ്ങളുമായിരിക്കും. നിങ്ങളുടെ ഹെൽത്ത് കേടാവും. ഹെൽത്ത് എന്ന് പറഞ്ഞത് എന്താണ്? ഫെമിനിൻ എനർജിയാണ്. ഈ ഫെമിനിൻ എനർജിയാണ് നമുക്ക് എനർജി തരുന്നത്. അതാണ് നമ്മളെ നർച്ചർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജി, നമ്മുടെ എനർജി എപ്പോഴും റിലേറ്റഡ് ആയിരിക്കുന്ന ഇതിലാണ്, നമ്മുടെ ഫെമിനിൻ എനർജി ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ, നമ്മളെ നർച്ചർ ചെയ്യുമ്പോൾ, നമ്മൾ യൂണിവേഴ്സിനോട് സറണ്ടർ ആവുമ്പോൾ, നമ്മൾ വല്ലാണ്ട് ആങ്ഷ്യസ് ആയിട്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാണ്ട് നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലൈഫിനോട് സറണ്ടർ ആയി പ്രസന്റിൽ നമുക്ക് എന്താണോ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുന്നത് ആ എക്സ്പീരിയൻസിനോട് നമ്മൾ സറണ്ടർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജി കൺസർവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ എനർജിയും ഫെമിനിൻ എനർജിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജി സൂക്ഷിക്കാൻ പറ്റും. ഫെമിനിൻ എനർജി എന്ന് പറഞ്ഞാൽ അബണ്ടൻസ് ആണ്. നമ്മുടെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ പണം, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെൽത്ത്, നമുക്ക് പുറത്ത് ആൾക്കാരായിട്ടുള്ള കണക്ഷൻ. ഇതൊക്കെയാണ് നമ്മുടെ അലൈൻമെന്റ്, നമ്മുടെ മാനസിക സുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ നമ്മള് ലൈഫിൽ ഇങ്ങനെ ലൈഫിനോട് സറണ്ടർ ആയി, ലൈഫിനെ ഫോഴ്സ് ചെയ്യാണ്ട് നമുക്ക് പ്രോഗ്രാമിങ് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ സൊസൈറ്റി ഹെൽത്തി അല്ലെങ്കിൽ നമ്മൾ പണം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടും. അത് നമ്മൾ പുവറായിട്ട് പോവാണ്ടിരിക്കാനും, നമുക്ക് തീരെ പൈസ ഇല്ലാണ്ട് നമ്മൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങാണ്ടിരിക്കാനും ഈഗോയാണ് അത്. നമുക്ക് കുറച്ചുനാൾ പണമില്ലെങ്കിലും എന്താണ് നമ്മുടെ ലൈഫ് നമ്മുടെ അതായ ഒരു അലൈൻമെന്റിൽ നമ്മുടെ സോളിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു അലൈൻമെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എനർജീനെ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും, അലൈൻഡ് ആക്കാൻ പറ്റും. വീണ്ടും നമുക്ക് വേണ്ട ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഷെയിമുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോഴും അതൊക്കെ നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ലൈഫ് യൂണിവേഴ്സ് മുഴുവനായിട്ട് തകർക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് തീരെ പണമില്ലാണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് പുതിയതായിട്ട് എന്തോ തുടങ്ങാൻ യൂണിവേഴ്സ് നിങ്ങളെ റീഡയറക്ട് ചെയ്യാണെന്നാണ് അതിനർത്ഥം. നിങ്ങളെ ഭയങ്കരമായിട്ട് പണത്തിന്റെ കാര്യത്തിലായാലും ഇമോഷൻസിന്റെ കാര്യത്തിലായാലും നല്ല ബന്ധങ്ങളുടെ കാര്യത്തിലായാലും യൂണിവേഴ്സ് നാല് ചുറ്റിനും നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു സിഗ്നൽ തരാണ്, ഒരു ബോധം വെപ്പിക്കാണ് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വർക്കാവണില്ല, നിങ്ങളുടെ ഡയറക്ഷൻ മാറ്റണം എന്നുള്ളത്. നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങളുടെ സന്തോഷത്തിനും കെയർ ചെയ്യാനുള്ള സമയമായി എന്നുള്ള ഒരു കാര്യം യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കണം ആണ്. അപ്പോ നമുക്ക് അറിയാം ഡിവൈൻ മാസ്കുലിൻ എനർജി ഉണ്ട്, ഫെമിനിൻ എനർജി ഉണ്ട്. ഞാനിപ്പോ പറയുന്നത് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പുറത്തുനിന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻസിനെ, അത് ചിലപ്പോ അങ്ങനെയാണ്. ഇപ്പോ ഒരു തീരെ ഫ്രീഡം ഇല്ലാത്ത ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജനിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എനർജി എന്തായിരിക്കും? നമ്മുടെ ഫെമിനിൻ എനർജിക്ക് പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ സറണ്ടർ ചെയ്യാനുള്ള പ്രോഗ്രാമിങ്ങിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ സറണ്ടർ ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ യൂണിവേഴ്സ് കൊണ്ടുതരുന്നത്. പുറത്തുനിന്ന് കൺട്രോളിംഗ് ആയിട്ടുള്ള ആൾക്കാരെയും കൺട്രോളിംഗ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസും അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ കൺട്രോൾ ഉള്ളത് കൊണ്ടാണ്, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. നിങ്ങളെ ഇപ്പോ സാധാരണ വേറൊരാളെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത് ആൾക്കാരെ നമ്മൾ പറയാന്ന് എന്താ അബ്യൂസേഴ്സ് എന്നാ. വേറൊരാളെ ഭരിക്കാനും ഡൊമിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ നോക്കുന്ന ഒരാള്, അപ്പോൾ അയാളെ നമുക്ക് അബ്യൂസർ എന്ന് വിളിക്കാം. അങ്ങനെ അബ്യൂസ് ചെയ്യാൻ നോക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രീഡം ഒക്കെ പിടിച്ച് വാങ്ങാൻ നോക്കുന്ന ഒരാളെ നിങ്ങൾ പുറത്തുനിന്ന് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഡൈനാമിക് എന്തായിരിക്കും? പുറത്ത് കൺട്രോളിങ് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു എനർജി ജനറേറ്റ് ചെയ്യും. നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അബ്യൂസറിനെ മാറ്റാൻ നോക്കാണ്ടോ, അതോ അബ്യൂസറിനെ ഇട്ടിട്ട് പോവാണ്ടോ, അബ്യൂസറിനെ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ മനസ്സിനൊരു സുഖം തേടാം എന്നുള്ള ഒരു കൺട്രോളിങ് മെക്കാനിസത്തിലേക്ക് നിങ്ങളുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് പോവും. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങും, എനിക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല,
അവരാണെങ്കിൽ ഇല്ലാണ്ടാവൂല. അപ്പോഴെന്ത് ചെയ്യും, എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അവരുടെ ആ ഒരു പിടിയിൽ അകപ്പെടാണ്ടിരിക്കാൻ എന്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഇതുപോലെ സൊസൈറ്റിയിൽ അങ്ങനെ വല്ല ലീഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ആ പൊസിഷനിൽ നിന്ന് ഇറക്കാൻ പറ്റില്ല, നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല. അപ്പൊ നമുക്ക് നമുക്ക് അവരുടെ പിടിയിലാവാണ്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ള ഒരു സന്തോഷത്തോടെ ജീവിക്കാം, അതിനുള്ളിൽ ആ ബോക്സിനുള്ളിൽ എങ്ങനെ ജീവിക്കാന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണ്, ആ ഒരു കൺട്രോൾ വന്നു തുടങ്ങും, പേടി വന്നു തുടങ്ങും പതുക്കെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ സമയത്ത് നമ്മൾ യൂണിവേഴ്സിനോട് സറണ്ടർ ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ കൺട്രോളൊക്കെ കളഞ്ഞിട്ട് ഈ എക്സ്പീരിയൻസ് എന്നെ എന്തോ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ഈ എക്സ്പീരിയൻസിനോട് സറണ്ടർ ആവാണ്. അപ്പോൾ ഇങ്ങനെ സറണ്ടർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, അബ്യൂസർ നിങ്ങൾ അബ്യൂസ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഇമോഷൻസിനെ അവർ ട്രിഗർ ചെയ്യാണ്. ആ ഇമോഷൻസ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കളയുമ്പോൾ, പർജ് ചെയ്ത് കളയുമ്പോൾ, കരഞ്ഞു തീർക്കുമ്പോൾ, ദേഷ്യപ്പെട്ട് തീർക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു കാർമിക ബോണ്ടിങ് ഒക്കെ പോവും. സോൾ കോൺട്രാക്ട്, അവരായിട്ടുള്ള സോൾ കോൺട്രാക്ട് നിൽക്കും. അപ്പോൾ അവർ പതുക്കെ നിങ്ങളുടെ ലൈഫിന് പോവും. ഷാഡോ വർക്ക് ചെയ്താൽ മതി, അവർ പതുക്കെ നിങ്ങളുടെ ലൈഫിന് പോവും. അപ്പോൾ നിങ്ങൾ ആ കൺട്രോൾ വിട്ട സമയത്ത് എന്ത് സംഭവിച്ചു, നിങ്ങൾ യൂണിവേഴ്സിനോട് സറണ്ടർ ആയപ്പോൾ നിങ്ങളുടെ ലെസൺസിനോട് സറണ്ടർ ആയി. ആ സമയത്ത് എന്താണ് ആ സിറ്റുവേഷൻ എന്നെ പഠിപ്പിക്കുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചു തുടങ്ങി. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കാൻ നിങ്ങൾ തയ്യാറായി. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ കൺട്രോള് അവസാനിപ്പിക്കാൻ കഴിയാം. നമുക്ക് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ ഇതുപോലൊരു ഉള്ളിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ നോക്കും. നിങ്ങൾ അബ്യൂസർ ഇല്ലാത്ത നേരത്തെ പുറത്തിറങ്ങാൻ നോക്കും, അബ്യൂസർ ഇല്ലാത്ത സ്ഥലത്ത് കൂടെ നടക്കാൻ നോക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യാണ്. നിങ്ങൾ അതിന് പകരം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊന്ന് സ്വയം ചോദിച്ചു നോക്കാം. ഞാനിത് അർഹിക്കുന്നുണ്ടോ, ഇല്ല. അപ്പൊ പതുക്കെ അവിടെ നിന്ന് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം, ലെസൺസ് കണ്ടു തുടങ്ങാം. അപ്പൊ യൂണിവേഴ്സിനോട് നിങ്ങൾ സറണ്ടർ ആയല്ലേ, അപ്പൊ ആ കൺട്രോളിങ് സിറ്റുവേഷൻ പോവും. അപ്പൊ ഇങ്ങനെ നമ്മളെ പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസും കൺട്രോൾ ചെയ്യാൻ വരുന്ന ആൾക്കാരെയും നമുക്ക് കളയാൻ പറ്റും. നമുക്ക് കൺട്രോൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ല. യൂണിവേഴ്സിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിവൈൻ ഫെമിനിൻ എനർജി ബാലൻസ് ആകുമ്പോഴാണ് മാസ്കുലിൻ എനർജി ആയിട്ട്. ഡിവൈൻ ഫെമിനിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരിക്കലും കൺട്രോൾ ചെയ്യുന്നത് വഴി ബാലൻസ് ആവില്ല. നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി ബാലൻസ് ആക്കണം. എല്ലാവരിലും ഉണ്ടായ എനർജി, ആണുങ്ങളിലായാലും പെണ്ണുങ്ങളിലായാലും ഒക്കെ ഉള്ള എനർജിയാണ് ഡിവൈൻ ഫെമിനിൻ എനർജി. ഇത് ബാലൻസ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോൾ പോവും. പതുക്കെ യൂണിവേഴ്സിനോട് സറണ്ടർ ആവും. നിങ്ങളുടെ എല്ലാ സിറ്റുവേഷൻസും നിങ്ങളുടെ എനർജി കാരണമാണ് അട്രാക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. വളരെ പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ആയാൽ പോലും അത് എന്തായാലും വരേണ്ടതാണ്. അപ്പൊ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അത് വർക്ക് ചെയ്ത് കളയാം. നമുക്ക് ആ ഒരു കാർമിക് ബോണ്ടിങ്, അതുമായിട്ടുള്ളൊരു ബോണ്ടിങ് അല്ലെങ്കിൽ സോൾ കോൺട്രാക്ട് കളയാം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് നമ്മുടെ ലൈഫിനെ അവിടെ സറണ്ടർ ആവാം. നമ്മുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസിനോട് സറണ്ടർ ആവാം, അതിലത്തെ ലെസൺസ് കാണാം. അപ്പൊ നിങ്ങൾ ലൈഫ് യൂണിവേഴ്സിൽ ഒരു ഫ്ലോ ഉണ്ട്. ഈ ഫ്ലോ പിന്നെ ഒരു വൈൽഡർനെസ് ഉണ്ട്, ഒരു അൺനോൺ ഉണ്ട്, ഒരുപാട് മാജിക് ഉണ്ട്, ഒരുപാട് മിറാക്കിൾസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാക്കുന്നതായിരിക്കാം. എന്നാലും ഈ അറിവില്ലാത്ത ഈ ഒരു വൈൽഡ് ആയിട്ടുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് നമ്മളെ തന്നെയായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സോൾ ഫ്രാഗ്മെന്റ്സിനെ കണ്ടെത്താന്നുള്ളതാണ്. നമ്മുടെ നഷ്ടപ്പെട്ട ഭാഗങ്ങളെ, നമ്മുടെ നഷ്ടപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ കണ്ടെത്താം. ഇപ്പൊ നിങ്ങളൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ കണ്ടെത്താം. അവിടെയാണ് നിങ്ങളുടെ വിജയം. അല്ലാണ്ട് നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കാന്നോ പണം ഉണ്ടാക്കാന്നോ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ കൺട്രോളിങ് ആയി. നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന സ്ഥലത്ത് എന്താണ്, നിങ്ങൾ ലെസൺസ് പഠിക്കില്ല. നിങ്ങളുടെ ഒരു ലോവർ വെർഷൻ ആയിട്ട് ഇരിക്കും. അപ്പോ അതാണ് സംഭവിക്കുക. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ലൈഫ് നീളെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് പണം ഉണ്ടായാലും എന്തായിരിക്കും, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. നിങ്ങളുടെ ഗെയിം, ലൈഫ് എന്ന് പറയുന്ന ഗെയിം എന്താണ്, ഒരു പടി മുന്നോട്ട് പോവില്ല. അപ്പോൾ നിങ്ങളുടെ സോൾ ഫ്രാഗ്മെന്റ്സിനെ കണ്ടെത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഭാഗങ്ങളെ കണ്ടുപിടിക്കുമ്പോൾ, നഷ്ടപ്പെട്ട ഗുണങ്ങളെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ഈ ഫ്രീക്വൻസി തട്ടുകളുണ്ട്,
ഈ ഗെയിം എന്താവും, ഓരോ പടി മുന്നോട്ട് പോകാൻ തുടങ്ങും. ഓരോ പടിയിലും എന്താണ്, പലതരത്തിലുള്ള മിറാക്കിൾസ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. നിങ്ങൾ കൺട്രോൾ മുഴുവനായിട്ട് വിട്ട് കഴിയുമ്പോൾ കൺട്രോളിന്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾ ഇൻഹെറന്റലി വർത്തിയാണ്, നിങ്ങൾക്ക് നല്ല വാല്യൂ ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെ വാല്യൂ ഉണ്ട് യൂണിവേഴ്സിൽ. നിങ്ങൾ ഒരാളില്ലെങ്കിൽ യൂണിവേഴ്സിന്റെ മുഴുവൻ ബാലൻസും പോവും. അപ്പോൾ നിങ്ങൾ വർത്തിയാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു കഥ നിങ്ങൾ അല്ല എഴുതുന്നതെന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഉള്ളിൽ നമുക്ക് ആഗ്രഹങ്ങളും നമുക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ശരീരത്തിലുണ്ട്, ശരീരത്തിൽ ഇതൊക്കെ ഇങ്ങനെ പ്രോഗ്രാമഡ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരാണെന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും സറണ്ടർ ആയി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇത്തിരി വേഗത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സറണ്ടർ ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതിനർത്ഥം നിങ്ങളുടെ ഈഗോ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പേടി വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പ്രോഗ്രാമിങ്ങിന് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേറെ പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഇൻസെക്യൂർ ആയിട്ടുള്ള പ്രോഗ്രാമിൽ നിന്നൊക്കെ, അതായത് നിങ്ങളുടെ പൂർവികരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. അവർക്ക് അതുപോലുള്ള എക്സ്പീരിയൻസുകൾ പണ്ടുണ്ടായിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഇങ്ങനെ സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യാനോ ഷാഡോ വർക്ക് ചെയ്യാനോ ഉള്ള ഒരു അറിവുകളൊന്നുമില്ല. അവർക്ക് എന്താ ആ സമയത്തുള്ള പ്രശ്നങ്ങളായിരിക്കും. ആ സമയത്ത് എന്താണ് സർവൈവലിന് വേണ്ടിയിട്ട് ഉള്ള പ്രശ്നങ്ങളായിരിക്കും അവർ ചിലപ്പോൾ ഡീൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇതൊക്കെ ആണ് ജനറേഷണൽ ട്രോമ, അല്ലെങ്കിൽ ജനറേഷനായിട്ട് മാറി വന്നിട്ടുള്ള പ്രോഗ്രാമിങ്. ഇതൊക്കെ എന്താണ്, നെഗറ്റീവ് പ്രോഗ്രാമിങ്. ഈ നെഗറ്റീവ് പ്രോഗ്രാമിങ്ങുകളൊക്കെ കിട്ടുന്ന നെഗറ്റീവ് പ്രോഗ്രാമിങ്ങുകളൊക്കെ എന്താണ്, അതൊക്കെ കൺട്രോള് ബേസിലുള്ളതായിരിക്കും. നിങ്ങളോട് പുറത്തുനിന്ന് നിങ്ങളെങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന നിയമങ്ങളായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും. ഉള്ളിലേക്ക് നോക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഇന്നർ വോയിസ് ഉണ്ട്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഉത്തരം കിട്ടും. നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ ഒരു ഇന്നർ നോയിങ് ഉണ്ട്, ഉള്ളിലുള്ള ആ ഒരു അറിവുണ്ട്. അതെപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പുറത്തുനിന്ന് നമ്മള് ഒരു ഉപദേശം, നെഗറ്റീവ് പ്രോഗ്രാമിൽ കൂടെയുള്ള ഒരു ഉപദേശം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്കത് മനസ്സിലാവും ആ നെഗറ്റീവ് പ്രോഗ്രാമിംഗ് ആണോ എന്ന്. നിങ്ങളൊരു കൺഫ്യൂഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാണ്ടാവുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണെങ്കിൽ, നിങ്ങൾക്ക് ഗുണത്തിനുള്ള നിങ്ങളുടെ സോൾ ഫ്രാഗ്മെന്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഗുണങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു കാര്യമാണ് പുറത്തുനിന്ന് നിങ്ങൾക്ക് വേറൊരാൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ക്ലാരിറ്റി തോന്നും. നമുക്ക് ഒരു കൺഫ്യൂഷൻ തോന്നില്ല, നമുക്കൊരു ഭയമൊന്നും തോന്നില്ല. നമ്മൾ ഭയത്തിൽ നിന്നായിരിക്കില്ല വർക്ക് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഫെമിനിൻ എനർജിയും മാസ്കുലിൻ എനർജീനെ പറ്റി പറയുമ്പോൾ. ഇപ്പൊ നമ്മുടെ വേൾഡ് ഓവറായിട്ട് മാസ്കുലിൻ എനർജിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എനർജി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എനർജി കളഞ്ഞിട്ടാണ് നമ്മൾ വെൽത്ത് ഉണ്ടാക്കുന്നത്, റിലേഷൻഷിപ്പുകൾ നിലനിർത്തി കൊണ്ടുപോകുന്നത്. വളരെ കഷ്ടപ്പെട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ എനർജി പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓവറായിട്ട് മാസ്കുലിൻ എനർജിയിൽ റൺ ചെയ്യുന്ന സൊസൈറ്റി എന്ന് പറയാം. നമ്മളിത് ഫെമിനിൻ എനർജിക്ക് ഷിഫ്റ്റ് ചെയ്യണം. എല്ലാവരും ഷിഫ്റ്റ് ചെയ്യണം. എല്ലാവരും എന്താണ്, യൂണിവേഴ്സിനോട് സറണ്ടർ ആവണം. നിങ്ങൾ ഇത്തിരി കൂടി ഗുണമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അതായത് നിങ്ങൾ എന്താണ്, ലോങ് ടേം ആയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലൈഫിലേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടി പണിയെടുക്കുന്നതിനേക്കാളും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സോൾഫുൾ ആയിട്ടുള്ള നമുക്ക് ഉള്ളിലൊരു സന്തോഷവും കണ്ടന്റ്മെന്റ് ഒക്കെ തരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും പാസ്റ്റിലുള്ള കാര്യങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, നിങ്ങൾ അതിന്റെ ലെസൺസ് പഠിക്കാനാണ്. അപ്പൊ നിങ്ങൾ സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ആ ലെസൺസ് വേഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹയർ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ലൈഫിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ ഫ്രീക്വൻസി കൂടുന്തോറും എന്താണ്, ഒരു ലെവല് കൂടുന്തോറും നിങ്ങളുടെ അത്രയും വളരെ വാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ
പിന്നെ ഈ കൺട്രോളിംഗ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. നമുക്ക് ഔട്ട്വാർഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. പുറത്തുള്ള ഒരാളെ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലേ. നമ്മൾ പുറത്തുള്ള ഒരാളെ കൺട്രോൾ ചെയ്യുമ്പോൾ വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അവർക്ക് എന്താണ് നല്ലത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് ഔട്ട്വാർഡിൽ കൺട്രോൾ ചെയ്യാന്ന് പറയാം. അപ്പൊ ഡിവൈൻ മാസ്കുലിൻ പൊളാരിറ്റിയിലുള്ള ആൾക്കാർ എന്തായിരിക്കും, പുറത്ത് ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. വേറൊരാളുടെ ലൈഫിലേക്ക് കടന്നു ചെന്ന് അവരെ അവർക്ക് ഉപദേശം കൊടുക്കാനും അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാനും അവര് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഡിവൈൻ മാസ്കുലിൻ ഇംബാലൻസ് ഉള്ള ആൾക്കാർ വേറൊരാളെ ഭരിക്കാൻ ശ്രമിക്കും, ബുള്ളി ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്നിട്ട് അവരനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇവരെന്താവും, ആളെ പണിഷ് ചെയ്യും, പാസീവ് അഗ്രസീവ് ആവും, പണിഷ് ചെയ്യും, അവരെ പറ്റിയിട്ട് ഗോസിപ്പുകൾ പറഞ്ഞ് സ്മിയർ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഔട്ട്വാർഡിലി കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് മെന്റൽ ആയിട്ടായിരിക്കും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൈൻഡിലാണ് അവർ വർക്ക് ചെയ്യുക. അവർ പ്ലാനിങ് ചെയ്യുന്ന ആൾക്കാരാണ്, കാൽക്കുലേറ്റീവ് ആണ്, കണ്ണിങ് ആണ്. അപ്പോൾ ഡിവൈൻ മാസ്കുലിൻ എനർജി ഓവറായിട്ട് ആയിട്ടുള്ള DM പൊളാരിറ്റി എന്ത് സംഭവിക്കും, ഇവർ ഗ്യാസ് ലൈറ്റിംഗ് ആയി പോവും, മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും, നാർസിസിസ്റ്റിക് ആവാൻ നോക്കും. അപ്പൊ ഔട്ട്വാർഡിൽ കൺട്രോൾ ചെയ്യാൻ നോക്കും. ഇനി ഡിവൈൻ ഫെമിനിൻ എനർജി ഓവറായിട്ട് വർക്ക് ആവുന്ന ഇൻവാർഡിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് വിക്ടിമാവുക. ഇവർക്കൊക്കെ വിക്ടിമായി പോവും. ഇവര് പറയുന്നത് അനുസരിക്കാൻ നോക്കും, ഇല്ലെങ്കിൽ കോൺസിക്വൻസ് ഉണ്ടെന്ന് നോക്കും, ഇവരെ പ്ലീസ് ചെയ്യാൻ നോക്കും, അതിൽ നിന്ന് സ്നേഹവും വാലിഡേഷനും ലഭിക്കാൻ നോക്കും. അവർക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റില്ല. അവർ ഇമോഷണലായിട്ട് ഡിസിഷൻസ് എടുക്കും. അപ്പൊ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരാള് അബ്യൂസീവ് ആണ്, പക്ഷെ ആളെ ഡിവൈൻ ഫെമിനിൻ എനർജി ബാലൻസിലല്ലാത്ത ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവര് അബ്യൂസീവായ ഒരാളെ സ്നേഹിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ലോജിക്കലി അവരെ മൈൻഡ് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യില്ല. അവരെയും കൂടി സ്നേഹിക്കും അല്ലെ. അപ്പൊ അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യും. കണ്ണടച്ചെന്താണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയില്ല, വൾണറബിൾ ആവില്ല എന്ന് പറയാം. അപ്പോൾ ഇവർക്ക് എന്തായിരിക്കും, എപ്പോഴും ഭയം ഉണ്ടായിരിക്കും, എപ്പോഴും ലൈഫ് ട്രാപ്പഡ് ആയിട്ട് തോന്നും. ലൈഫിൽ വളരെയധികം വെൽത്തൊന്നും കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇവരെന്തായിരിക്കും, ഡിവൈൻ മാസ്കുലിൻ ഓവർ വർക്കായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ കീഴിലാണ് കിടക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു വ്യക്തി മെന്റാലിറ്റി അവർ വെച്ച് പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിൽ കൺട്രോൾ ഉണ്ട്. ഔട്ട്വാർഡിൽ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻവാർഡിൽ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 2 കൺട്രോൾ അവസാനിപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഫെമിനിൻ എനർജി ബാലൻസിലാവുക. നമ്മൾ പുറത്ത് വേറൊരാളെ കൺട്രോൾ ചെയ്യാനും പോവില്ല. നമ്മുടെ ഉള്ളിൽ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി നമ്മുടെ ലൈഫിനെ വേസ്റ്റ് ആക്കൂല. നിങ്ങളുടെ ഇമോഷൻസും മൈൻഡും അത് ബാലൻസിലിരിക്കും. ഈ DM പൊളാരിറ്റി വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ മൈൻഡ് എന്തായിരിക്കും, കാൽക്കുലേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ ഹാർട്ടിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ലൈഫ് ശരിയാക്കുന്നുണ്ടെങ്കിൽ അവർ വേറൊരാളെ കൺട്രോൾ ചെയ്യാൻ നോക്കൂ ഇല്ല. അപ്പോൾ അവരും പെർഫെക്റ്റ് അല്ല. അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടല്ല അവരുടെ ടൈം കളഞ്ഞിട്ട് വേറൊരാളുടെ കാര്യം അന്വേഷിക്കാൻ പോകുന്നത്, അവരെ പിടിച്ചു വലിച്ച് താഴേക്കിടാൻ നോക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഇൻസെക്യൂരിറ്റിയാണ്, അവരുടെ ചൈൽഡ്ഹുഡ് ബോണ്ടിങ് കാരണം ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഡിവൈൻ ഫെമിനിൻ പൊളാരിറ്റി ഉള്ള അവർ ഇമോഷൻസിൽ കൂടെ മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് അവരുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യുന്ന ആൾക്കാരെ പുറത്തുനിന്ന് വേണ്ടി വരും. അവർ ആരെ ലവ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അവരുടെ പിന്നാലെ പോവും. അപ്പുറത്തെ ആളുടെ ചോയ്സ് അവർ കണക്കിലെടുക്കില്ല, അപ്പുറത്തെ ആളുടെ പ്രവൃത്തികളും അവർ കണക്കിലെടുക്കില്ല. ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവരവിടെ കണക്കിലെടുക്കില്ല. അവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അവരുടെ ലൈഫ് വേറൊരാൾക്ക് വേണ്ടി ഇങ്ങനെ വേസ്റ്റ് ആക്കണോ? അപ്പോൾ അല്ലെങ്കിൽ വേറൊരു സൊസൈറ്റിക്ക് വേണ്ടി, ഇങ്ങനെ ഒരു ഗുണമില്ലാത്ത സൊസൈറ്റിക്ക് വേണ്ടി, നമ്മളെ യൂസ് ചെയ്യുന്ന സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വേസ്റ്റ് ആക്കണോ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ സോളിൻ്റെ ആഗ്രഹങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഒരു 9 to 5 ജോബ് അങ്ങനെ തിരഞ്ഞെടുക്കണം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ
കൺട്രോളിങ് ആയിട്ടുള്ള പുറത്തുനിന്ന് കൺട്രോളിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അട്രാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡിവൈൻ ഫെമിനിൻ എനർജിയിൽ നിങ്ങൾക്ക് ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഡിവൈൻ ഫെമിനിൻ എനർജി ഇത്രയും കാലം നമ്മുടെ ഭൂമിയിൽ ബാലൻസിലല്ല. അത് നമുക്ക് അറിയാമല്ലേ, നമുക്ക് ആൾക്കാർ ചൂസ് ചെയ്യുന്ന പ്രൊഫഷൻസ് നോക്കിയാൽ അറിയാം. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെന്താണ്, അവർക്ക് അവരുടെ സന്തോഷത്തിൽ അവർ സംതൃപ്തി കണ്ടെത്താൻ നോക്കുന്നുണ്ട്. എത്ര ഇൻ്റലിജൻ്റ് ആണെങ്കിലും അവരത് പുറത്തുള്ള ഒരാളെ പ്രൂവ് ചെയ്യാൻ നോക്കാണ്ട് അവർക്ക് എത്ര പുറത്ത് എത്ര സ്റ്റുപ്പിഡായിട്ട് തോന്നുന്ന കാര്യമാണെങ്കിലും അവരുടെ ഒരു അലൈൻമെൻറ്റിൽ വരുന്നുണ്ടെങ്കിൽ അവർ ആ ജോലി ചെയ്യാൻ നോക്കുന്നുണ്ട്. അവർക്ക് വെറുതെ അവരുടെ എനർജി കൊണ്ട് മാത്രം അവർക്ക് പ്രൊഫിറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സോൾ ഫ്രാഗ്മെൻറ്റിനെ കണ്ടുപിടിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഓരോ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും തോറും നിങ്ങളുടെ എനർജിയിൽ മാറ്റം വരും. നിങ്ങളുടെ എനർജിയിൽ മാറ്റം വരുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾ അത്രയും അധികം കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യും. ഇതാണ് കൺട്രോളിങ്ങിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഡിവൈൻ ഫെമിനിൻ എന്ന് പറയുമ്പോൾ ഡിവൈൻ ഫെമിനിൻ എന്തായിരിക്കും? ഒരു വിക്ടിമായിട്ടായിരിക്കും ലൈഫിൽ ജീവിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലൈഫിൽ കൺട്രോളിങ് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവൈൻ ഫെമിനിൻ പൊളാരിറ്റി എന്താണ്? അത് അവർ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ലൈഫിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? അബ്യൂസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ അബ്യൂസ് ചെയ്യുന്നതോറും അവർ സ്നേഹിക്കുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ അവരോട് നൈസായി കഴിഞ്ഞാൽ എന്തായിരിക്കും? അവർ അബ്യൂസ് കുറയ്ക്കില്ല. അവർ അബ്യൂസ് കുറയ്ക്കുന്നു വിചാരിച്ചിട്ടാണ് നിങ്ങളങ്ങനെ അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അബ്യൂസ് കുറയ്ക്കില്ല. അവർ വീണ്ടും എത്രമാത്രം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നുള്ള ഇത് നോക്കുള്ളൂ. നിങ്ങളുടെ ആ ഒരു അവസാന പോയിന്റിൽ, ത്രഷോൾഡിൽ നിങ്ങളെ കൊണ്ടുതന്നെ എത്തിക്കും. നിങ്ങൾ എത്ര വരെ സഹിക്കും എന്നുള്ളത് അവർ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഡാർക്ക് ഡിവൈൻ മാസ്കുലിൻ എനർജിയുടെ ടെസ്റ്റാണ്. നിങ്ങളെ പുറത്തുനിന്ന് ഇങ്ങനെ ബുള്ളികളും ഒക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ അതൊരു ഡിവൈൻ മാസ്കുലിൻ എനർജിയുടെ ടെസ്റ്റാണ്. നിങ്ങളുടെ ഉള്ളിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ആയിട്ടുള്ള ഡിവൈൻ മാസ്കുലിൻ കൗണ്ടർ പാർട്ട് നിങ്ങളെ വിളിക്കുന്നതാണ്. ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ സോള് നിങ്ങളെ വിളിക്കുന്നതാണ്. ഇങ്ങനെ ടെസ്റ്റ് തന്നിട്ട് പുറത്തുനിന്ന് ഡിവൈൻ മാസ്കുലിൻ പൊളാരിറ്റിയിലുള്ള ആൾക്കാർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈൻ മാസ്കുലിൻ എനർജി നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അവരെ എതിർക്കുന്നുണ്ടോ, നിങ്ങൾ ആ സിറ്റുവേഷൻസ് വീണ്ടും ലൈഫിലേക്ക് എടുക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അവർക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ഡിവൈൻ മാസ്കുലിൻ കൗണ്ടർ പാർട്ടിയുടെ ടെസ്റ്റ് പാസ്സാവും. അപ്പൊ നിങ്ങൾ ആ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ എന്താവും? നിങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ കൗണ്ടർ പാർട്ടിനെ അട്രാക്ട് ചെയ്യും. നിങ്ങളുടെ അതർ ഹാഫിനെ അട്രാക്ട് ചെയ്യും. ഡിവൈൻ മാസ്കുലിൻ ഫെമിനിൻ എന്നൊക്കെ പറയുന്നത് ആൾക്കാരല്ല, അത് എനർജിയാണ്. അത് സ്ത്രീകളാവാം പുരുഷന്മാരും ആവാം. ഡിവൈൻ മാസ്കുലിൻ എനർജി ഉള്ള സ്ത്രീകളുണ്ട്, ഡിവൈൻ ഫെമിനിൻ എനർജി ഉള്ള പുരുഷന്മാരുണ്ട്. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കൺട്രോളിങ് ആയിട്ടുള്ള ആള് നിങ്ങളെ ബുള്ളി ചെയ്യുന്നതൊക്കെ അവര് നിങ്ങളിൽ നിന്നൊരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാ. നിങ്ങളുടെ ഒരു ഇമോഷണൽ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായി. നിങ്ങളെ കരയിപ്പിച്ച് കഴിഞ്ഞാൽ അവസാനം അവർക്ക് സന്തോഷമായി. അവർക്ക് അതിൽ നിന്നൊരു അറ്റൻഷനും എന്തുകൊണ്ടോ നിങ്ങളുടെ വേദന കൊണ്ട് അവർക്ക് ഒരു സന്തോഷം കിട്ടും. വേദനയിൽ നിന്ന് സന്തോഷം ഉണ്ടാവും. അത് ഭയങ്കര ഒരു മെസ്സഡ് ആയിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ്. വേദനയിൽ നിന്ന് അങ്ങനെ സന്തോഷം ഉണ്ടാവും. അപ്പോൾ ബുള്ളി ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ബുള്ളി ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത്. അതിനോരോ ത്രെഷോൾഡ് ഉണ്ട്. വല്ലാണ്ട് നിങ്ങളുടെ മാസ്കുലിൻ എനർജി ഓവറായിട്ട് പോയിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ വലിയൊരു ബുള്ളിയും വലിയൊരു അബ്യൂസർ ആവുള്ളൂ. അത് ലെവലിലാണ് ഇരിക്കുന്നത്. എല്ലാ DMസും അങ്ങനെയല്ല. എന്നാലും പലപ്പോഴും അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നതും വേറൊരാളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും പലപ്പോഴും ചിലപ്പോഴൊക്കെ എന്തായിരിക്കും? സബ് കോൺഷ്യസ് ആയിരിക്കും. അവരത്ര വലിയ ബുള്ളികളല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്കെയില് കൂടുതലല്ലെങ്കിൽ അവരുടെ കൂടുതൽ പ്രവൃത്തികൾ എന്തായിരിക്കും? സബ് കോൺഷ്യസ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് റെസ്പോൺസും ഇൻഫോർമേഷനും കിട്ടാൻ വേണ്ടിയായിട്ടാണ് ബുള്ളികൾ നിങ്ങളെ ബുള്ളി ചെയ്യുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങളെ വീണ്ടും ബുള്ളി ചെയ്യാൻ പറ്റും. ഈ ബുള്ളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ ഒരു ബുള്ളിത്തരം നടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കൂടെയുള്ളത് കൊണ്ടാണ്. ഒരുപാട് ആൾക്കാർ അവരുടെ ആ ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള സ്വഭാവം കണ്ടിട്ടും അവരുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള
അല്ലെങ്കിൽ പണം കണ്ടിട്ടും അല്ലെങ്കിൽ അവരുടെ പ്രോത്സാഹിപ്പിക്കുന്ന ഫ്രണ്ട്സ് കണ്ടിട്ടായിരിക്കും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഫ്രണ്ട്സ്, അധികം കണക്ഷൻസ് ഉണ്ടാവില്ലെങ്കിലും അധികം അവരുടെ ഒരു ലോവർ വൈബ്രേഷൻ ആണ്. ലോവർ വൈബ്രേഷനിലുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അവരൊക്കെ എന്തായിരിക്കും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ പുള്ളികളുടെ പിന്നാലെ ഒരു ജാഥ പോലെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇത്തിരി കണ്ടന്റുള്ള ആൾക്കാരെ കാണുമ്പോൾ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല, അവർ ബുള്ളി ചെയ്യും. അപ്പോൾ കണ്ടന്റുള്ള പുള്ളിത്തരം നമ്മൾ അനുവദിച്ചു കൊടുക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ, അപ്പോൾ നമ്മൾ കൺട്രോളിങ്ങിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിവൈൻ ഫെമിനിൻ എനർജീനെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിവൈൻ ഫെമിനിൻ എനർജീനെ നമ്മൾ ബാലൻസിക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം? സറണ്ടർ ചെയ്യണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ കറന്റ്ലി നടക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളും ആൾക്കാരെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പോയിക്കോട്ടെ, ഫോർഗീവ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. സെൽഫ് ഫോർഗീവ്നെസ് ചെയ്യുക. അവരെ ഫോർഗീവ് ചെയ്തിട്ട് അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അവര് അതുപോലെ തന്നെയാണ്, അവർക്ക് ഒരു മാറ്റം ഇല്ലെങ്കിൽ ഫോർഗീവ്നെസ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഒരു അർത്ഥമില്ല. നമ്മളെ ഫോർഗീവ് ചെയ്യാം, അവരുടെ ആ ഒരു എനർജി വരാണ്ട് നോക്കുക, വീണ്ടും നമ്മൾ ലൈഫിനോട് സറണ്ടർ ആവുക, ലെറ്റ് ഗോ ചെയ്യുക, ആവശ്യമില്ലാത്ത എനർജികളൊക്കെ കളയുക, കറന്റ് സ്റ്റേറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ലൈഫിനോട് സറണ്ടർ ആവുക. അതൊക്കെ തന്നെ ലെസൺസ് പഠിക്കുക, ഫ്രീക്വൻസി ഒരുപടി മുന്നോട്ട് ആക്കാൻ നോക്കാം. അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു അറിയാത്ത സോണിലെത്തും. നമ്മളെവിടെയാണെന്ന് നമ്മൾ അറിയില്ല, നമ്മുടെ ലൈഫ് സ്റ്റക്കാണെന്ന് നമ്മൾ അറിയില്ല, നമ്മളെങ്ങോട്ട് പോകണമെന്ന് നമ്മൾ അറിയില്ല. ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അവസ്ഥയിലെത്തും. അവിടെയാണ് നമ്മളെ പാത നമ്മൾ കണ്ടെത്തിയത് നമ്മൾ മനസ്സിലാക്കാം. കാരണം ലൈഫിൽ നമുക്ക് വഴി അറിയാമെന്നുണ്ടെങ്കിൽ അത് വേറൊരാൾ നടന്ന വഴിയാണ്, നമുക്ക് വഴി അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വഴിയാണ്. അപ്പൊ നമുക്കറിയാത്തൊരു വഴിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ നടക്കുന്ന ഒരേ ഒരാള് നിങ്ങളാണ്, അത് നിങ്ങളുടെ വഴിയാണ്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ നിങ്ങളുടെ വഴിയിലെത്തി. അപ്പൊ അങ്ങനെയാണ് ലൈഫിൽ കൺട്രോളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിയിലല്ല സഞ്ചരിക്കുന്നത്, നിങ്ങൾ വേറെ ആരുടെയോ സൊസൈറ്റി പറയുന്ന വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് എത്തണം. അതാണ് ഡിവൈൻ ഫെമിനിൻ എനർജി ചെയ്യുക. ഡിവൈൻ ഫെമിനിൻ എനർജി നിങ്ങളുടെ വഴിയിലെത്തിക്കും. നിങ്ങൾ എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ മാജിക് സംഭവിക്കാനുള്ള പോസിബിലിറ്റി കൂടും, നിങ്ങൾക്ക് സർപ്രൈസുകൾ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടും, ലൈഫ് മാജിക്കലാവെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വഴി അറിയില്ലെങ്കിൽ നിങ്ങളെ ലീഡ് ചെയ്യുന്നത് യൂണിവേഴ്സ് ആണ്. നിങ്ങൾ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിമാനിക്കുക, നിങ്ങളെ അഭിനന്ദിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കൺട്രോളൊക്കെ കളയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പുറത്ത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻസും പുറത്തുനിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതൊക്കെ കുറയും. പകരം നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മുടെ പാത്ത് അൺനോൺ ആണെങ്കിൽ, നമുക്ക് അറിയാത്തൊരു പാത്തിലാണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാത്താണെന്ന് അർത്ഥം. അപ്പോൾ നിങ്ങൾ അതിനോട് സറണ്ടർ ആവുക, അതിലുള്ള എക്സ്പീരിയൻസുകൾ മിറാക്കിൾസ് എക്സ്പീരിയൻസ് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പാത്ത് എന്ന് പറയുന്നത് വളരെ സർപ്രൈസിങ് അല്ലേ, എക്സൈറ്റിംഗ് ആണ്, റിവാർഡിങ് ആണ്. നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് എന്തൊക്കെയാ കിട്ടാന്നുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്കുള്ള ഒരു കോളിംഗ് ആണ്. നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി ബാലൻസ് ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങളെ വിളിക്കുന്നതാണ്. സ്പിരിച്വൽ അവേക്കനിങ് എന്നാൽ എന്താണ്? നിങ്ങളുടെ ലൈഫ് എന്താണ്? ലൈഫും നിങ്ങളുടെ സെൽഫ് ഐഡന്റിറ്റി ഒക്കെ മൊത്തമായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി ബാലൻസ് ചെയ്യാൻ സമയമായി, അല്ലെങ്കിൽ ഭൂമിയിൽ അങ്ങനെ ഒരു ബാലൻസ് നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം. നിങ്ങൾ അതിലൊരു പാർട്ടിസിപ്പന്റ് ആണെന്നാണ് അതിനർത്ഥം. അപ്പൊ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫ് ലീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മുന്നേ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങും. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പറ്റി വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങും. നിങ്ങൾ ആ ഡെസ്പിറേഷൻ കൊണ്ടും നിങ്ങളുടെ പെയിനൊക്കെ പോകാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടിയില്ല, എനിക്ക് ഈ സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരണം എന്നുള്ള ഒരു തോന്നലിൽ നിങ്ങൾ മുന്നേ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങും. നിങ്ങൾ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും, സോൾ ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും, വളരെ കറേജിയസ് ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കൺട്രോളിങ് ആയിട്ടുള്ള കാര്യങ്ങളും സിറ്റുവേഷൻസും ലൈഫ് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യണത് ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൺട്രോൾ ചെയ്യാണ്ടിരിക്കുക. വേറൊരാളോട്ടുള്ള പേടി കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ നോക്കാണ്ടിരിക്കുക, അവരെ കൺട്രോൾ ചെയ്യാൻ നോക്കാണ്ടിരിക്കുക. പകരം നിങ്ങൾ ഉള്ളിലേക്ക് നോക്കാം, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ അതിന് പിന്നാലെ പോവാ. നിങ്ങളുടെ എനർജി കൂടെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് മാത്രമേ നിങ്ങളുടെ അടുത്ത് നിൽക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങളുടെ എനർജി കൂടെ കിട്ടും. നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ
ഫോഴ്സ് ചെയ്യുന്നത് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ എനർജി കൂടുമ്പോൾ സംഭവിക്കുന്നതാണ്. ലൈഫിനെ നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ കിട്ടുന്നതൊന്നും എന്താണ് നിങ്ങൾക്ക് സന്തോഷം തരില്ല. ഫ്ലോ ആണ് നമുക്ക് വേണ്ടത്. ഡിവൈൻ ഫെമിനിൻ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാസ്കുലിൻ എനർജി അല്ലെങ്കിൽ ആക്ഷൻ പ്രവർത്തിക്കട്ടെ. ഡിവൈൻ ഫെമിനിൻ പൊളാരിറ്റിക്ക് ഇനി എനർജി ലഭിക്കട്ടെ. അവർ ഇമ്പ്രൂവ് ആവട്ടെ. നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി നമ്മുടെ ആ ഒരു സോൾ പർപ്പസും അതൊക്കെ ഒന്ന് ഗ്രോ ആവട്ടെ. അതൊക്കെ ഒന്ന് എന്താണ് ഫ്ലൂറിഷ് ആവട്ടെ. അപ്പോൾ ഡിവൈൻ മാസ്കുലിൻ എനർജി ഡിവൈൻ ഫെമിനിൻ എനർജിക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫ് സെറ്റിലാവും. അപ്പോൾ ലൈഫിന് കൺട്രോൾ വിടാൻ ശ്രമിക്കുക. ലൈഫിൽ കൺട്രോൾ കൊണ്ട് നേടിയത് നിലനിൽക്കില്ല. കൺട്രോൾ കൊണ്ട് നേടിയതൊക്കെ എന്താണ് ഒറ്റയടിക്ക് പോവും. നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പോവും. കാരണം നിങ്ങളുടെ സോളിന് എന്താണ് ഏറ്റവും അവസാനം വേണ്ടത്? നിങ്ങളുടെ ഫ്രാഗ്മെന്റ്സിനെയാണ്, നിങ്ങളുടെ ഗുണങ്ങളെയാണ്, നിങ്ങളെ തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾ പുറത്ത് നിങ്ങൾ നോക്കുന്ന എല്ലാ മിറാക്കിൾസും എന്തിനാണ്? നിങ്ങളെ തന്നെയാണ് നിങ്ങൾ അതിൽ തിരയുന്നത്. നിങ്ങൾ തിരയുന്ന എല്ലാ കാര്യങ്ങളിലും പുറത്ത് ഓടി നടന്ന് ശേഖരിക്കാൻ നോക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്താണ് നിങ്ങൾ നോക്കുന്നത്? നിങ്ങളെ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഭാഗത്തിന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ സോളിന്റെ സന്തോഷം. അപ്പോൾ അത് നിലനിൽക്കും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓവറായിട്ട് പ്രോഗ്രാമിൽ പെട്ടുപോയിട്ട്, മെട്രിക്സിലെ പ്രോഗ്രാമിൽ പെട്ടുപോയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്താണ് മെട്രിക്സിൽ നിന്ന് പിടിച്ചടക്കാൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോളിനെ ഉപേക്ഷിച്ചിട്ട് മെറ്റീരിയലിസം കൊണ്ട് ഒരു ദോഷമില്ല, പക്ഷെ അത് നിങ്ങളുടെ സോളിന് കൊടുക്കുന്ന രീതിയിലാവണം. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന രീതിയിലാവണം. അവസാനം നിങ്ങളുടെ ഹാർട്ടിന് സന്തോഷം കിട്ടുന്ന രീതിയിലാവണം. കൺട്രോളിങ് ആയി പോയരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സോൾ ഫ്രാഗ്മെന്റ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാഗങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ നിങ്ങൾ തന്നെ ഉപേക്ഷിക്കും അവസാനം. അതങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അതൊന്നല്ല നിങ്ങൾ തേടിയിരുന്നത്. ഇത്രയും കാലം നിങ്ങളെ തന്നെയായിരുന്നു തേടിയിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഇൻഫ്ലെയിമിനെയായിരുന്നു, കൗണ്ടർ പാർട്ടിനെയായിരുന്നു തേടിയിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഡീപ്പായിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ആണ് തേടിയിരുന്നത് റിലേഷൻഷിപ്പിൽ. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കൺട്രോള് കൊണ്ട് നിങ്ങൾ 3D മെട്രിക്സ് വിട്ട് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഹയറായി പോകുന്നതോറും എന്താണ് കൺട്രോൾ കൊണ്ട് ഗുണമില്ല. അപ്പോൾ 3D മെട്രിക്സ് പ്രതികരിക്കാം. എന്നാലും അതും നിങ്ങൾ അങ്ങനെ പ്രതികരിക്കുന്നത്? നിങ്ങൾ എന്താണ് തുടക്കത്തില് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് അവസാനം എന്താണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും. നിങ്ങൾ ലൈഫിൽ കൂടെ സറണ്ടർ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും. അത് നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പൊ ശരി, ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് പോയിട്ടുണ്ട്. എന്നാലും ഞാൻ നിർത്താണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.